നാളികേരം 350. നാളികേരം 350. തോർത്ത് 3. തോർത്ത് 4. തോർത്ത് 4? ആ അതെന്തിനാ? ഒരെണ്ണം അരയക്കട്ടെ. അരേ നീ ഒരു കറുത്ത എരടം കിട്ടിയാ മതി. ആ ഉണ്ണി സാറേ, ഇളയവനാ. ഇനി അങ്ങോട്ട് കല്യാണ സീസണാ. അതിനെ ഉടനെ ഞാൻ കെട്ടാനൊന്നും പോകുന്നില്ല. ഇങ്ങനെ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ വാശി പിടിച്ച ദഹനക്കാരൊക്കെ തെണ്ടി പോകത്തില്ലയോ? ഈർവാണം അടിക്കാതെ പാത്രങ്ങളുടെ ലിസ്റ്റ് എഴുത്. ചെമ്പ് 5. ചെമ്പ 5. വാർപ്പ് ചെറുത് 4. വാർപ്പ് ചെറുത് 4. ആള് ശുദ്ധനാ. ഇവിടെ കേട്ടില്ല, ഇവിടെ പറഞ്ഞതാ. ആള് നല്ലവനാ, പക്ഷെ നമ്പാൻ കൊള്ളത്തില്ല. മറ്റവനകത്ത് നിന്ന് കഴിഞ്ഞാ പിന്നെ നോക്കണ്ട. ആ പുഞ്ചിരിക്ക് ഇനി ഉറക്കളയ്ക്കാനൊന്നും പറ്റില്ല, അറിയാലോ. ഈ പുഞ്ചിരി എന്ന് പറഞ്ഞ എന്റെ പകലൊരു അന്തരവളാ. ഇപ്പൊ വയറ്റിലുണ്ട്. ഇന്നോ നാളെ ഒന്നും പറഞ്ഞിരിക്കുക. മിലിറ്ററി ചേട്ടന്റെ വരുത്തുപോക്ക് കൊണ്ട് സംഭവിച്ചതാ. ഉരുളി 5, കുത്തിയട്ടെ 3, കുഴച്ചിട്ട് 2. ഇയാളും ഇടയ്ക്ക് എന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും കേട്ടോ. ഇവന് കുറച്ച് അഭിരുചിയൊക്കെ ഉണ്ട്, കൈപുണ്യം കുറവല്ല. അല്ല എന്ന് വെച്ചാൽ അഹങ്കരിക്കൊന്നും വേണ്ട, കുറച്ച് ലീവൊക്കെ എടുക്കേണ്ടി വരും. കണ്ണാപ്പ എത്ര വേണം? 1. അണ്ടാവു വലുത് 5. പൊക്കട്ടെ. എഴുതണോ? പിന്നെ എഴുതാണ്ട്. അത് ശരിയാ, എഴുത്. നീ വയ്ക്കോ. ഇവൻ ഇതൊക്കെ ഇഷ്ടാ. മൂത്തവൻ അങ്ങനല്ല, പെണ്ണും പിള്ളേം വീട്ടുകാരും മറന്ന് എടുത്ത് ഉള്ളുന്നവനാ. അവർക്ക് ഇതൊക്കെ ആക്ഷേപമാണ്. അതുകൊണ്ട് ഇവിടെ ആയിട്ട് ഒരു സഹകരണവും ഇല്ല. വേണ്ടെന്ന് ഞാനും അങ്ങ് വെച്ചു. അടുക്ക് പാത്രം 7. ഉണ്ണിക്ക് ഇംഗ്ലണ്ടിൽ പോകാൻ താല്പര്യമുണ്ടോ? അയ്യോ, എന്താ സാർ ഇത്? അതിപ്പോ ഒന്ന് കറങ്ങിയിട്ട് വരാനാണെങ്കിൽ. ആ ഉണ്ണി ഇരിക്കെ. ഇറ്റ്സ് ഓൾ റൈറ്റ് സാർ. ഇരിക്കടോ. ഹലോ, ഞാൻ വെറുതെ ചോദിച്ചതല്ല. ബിസിനസ് മാനേജ്മെന്റിൽ ഒരു ഡിഗ്രി എടുക്കരുത്? ഇനിയും ചുമ്മാ പഠിക്കാന്ന് വെച്ചാ മടുത്ത് സാർ. വെറുതെ ഡിഗ്രികൾ എടുത്തിട്ട് എന്താ കാര്യം? ഡിഗ്രിക്ക് വേണ്ടിയിട്ടല്ലടോ, കുറച്ച് അറിഞ്ഞിരുന്നാൽ നാളെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. ഇതുപോലൊരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ തനിക്കൊരു അവസരം കിട്ടിയെന്നിരിക്കട്ടെ. ചിരിക്കണ്ട, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ആ സ്ഥാപനം പൊളിയത്തേ ഉള്ളൂ. എനിക്ക് ഭ്രാന്തം പിടിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാടോ ഇംഗ്ലണ്ടും ബിസിനസ് മാനേജ്മെന്റും ഒക്കെ ഞാൻ സജസ്റ്റ് ചെയ്തത്. താൻ പോണം, താന്റെ സകല എക്സ്പെൻസും കമ്പനി വഹിക്കും. സാറിനോട് ക്ഷമിക്കണം. ബിസിനസ്സും നശിച്ച ഡിഗ്രിയും പിന്നെ കമ്പനിയോടുള്ള ഓബ്ലിക്കേഷനും ഒക്കെ ശരിയാവില്ല സാർ. ഐ എം ടോട്ടലി അൺഫിറ്റ്. പെട്ടെന്ന് അങ്ങനെ പറയാതെ തിങ്ക് ഓവർ ഇറ്റ്. പിന്നെ പറ്റിയ ഒരാളിന്റെ പേര് ഞാൻ സജസ്റ്റ് ചെയ്യാം. മീര. പുസ്തകങ്ങളും സ്വപ്നങ്ങളും അല്ലാതെ അവൾക്ക് വേറൊരു ലോകമില്ല. ആ അവളോട് ഞാൻ ഈ കാര്യം പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇംഗ്ലണ്ടിൽ പോയി ഡിഗ്രി എടുത്ത് ഒരു മദാമയം കെട്ടി ഞാനിങ്ങി പോരും. അപ്പോഴെങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. എന്നും ഇങ്ങനെ ഇരിക്കുവോ? പുസ്തകങ്ങളുമായി ഇങ്ങനെ ജീവിതകാലം മുഴുവൻ? അതോ വാശിക്ക് പോയൊരു സായിപ്പിനെ കിട്ടൂ? അതോ കയറെടുത്ത് കഴുത്തെ കിട്ടൂ? നല്ലേ ചന്ദ്രപിള്ള എന്ന് പറയുന്ന CPയോട് പോയി പറ വേറെ പണി നോക്കാൻ. മോളെ കെട്ടാൻ പോകുന്നവന് നിലയും വില ഉണ്ടാക്കാൻ ശ്രീധരൻ തരുന്നതിന് പകരം ഇംഗ്ലണ്ടിൽ ഡിഗ്രിയും തേങ്ങാക്കൊലയും. അതിനെ ഉണ്ണികൃഷ്ണൻ ഒന്നുകൂടെ ജനിക്കണം. കാശും പുത്തനൊന്നും കണ്ടിട്ടല്ല, നിന്റെ ഒടുക്കത്തെ ഈ സൗന്ദര്യം കണ്ടിട്ടില്ല, സ്വഭാവം അറിഞ്ഞിട്ടില്ല. ഭ്രാന്ത് പിടിക്കുന്ന പോലെ എനിക്ക് ഇവിടെ ഇഷ്ടം തോന്നിയതാ. മനസ്സിലായ? ഒച്ചയും ബഹളവും കൊടുങ്കാറ്റ് പോലെ. എന്തിനാ ഇത്? ഇതാണ് പ്രേമം. ഉണ്ണികൃഷ്ണൻ മീരെ പ്രേമിക്കുന്നത് കൊടുങ്കാറ്റ് പോലെയാണ്. അയ്യോ, അപ്പൊ ഞാൻ പറഞ്ഞു പോവല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യാം, മന്ദമാരുതനായി കളയാം. തഴുകിക്കോട്ടെ. എന്താ ഇങ്ങനെ തഴുകിക്കോട്ടെ? ഡെമോൺസ്ട്രേഷൻ ഒന്നും വേണ്ട. ഞാൻ അങ്ങോട്ട് പറയാൻ ഭാവിക്കായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അതാ തഴുകിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചേ. ഏയ്, എന്റെ ബുക്ക്. ഞാൻ മറന്നതൊന്നുമല്ല, വിളിക്കുന്ന എനിക്കറിയായിരുന്നു. പുസ്തകം ഇനി വേണമെങ്കിലേ ഞാനൊരെണ്ണം എഴുതരാം. പാചകത്തെ കുറിച്ചായിരിക്കും. എന്താ പാചകം അത്ര മോശമാണോ? എനിക്കെങ്ങനെ അറിയാം? ഇവിടുന്ന് പാചകം ചെയ്ത് ഞാനൊന്നും കഴിച്ചിട്ടില്ലല്ലോ. എന്നാലേ പിറന്നാളാവുമ്പോ പറ. ഉണ്ണി, ആ സാമ്പാറിന്റെ മണം ശരിയല്ലല്ലോ. ലേശം കായം കൂടി ആവാം. മണം കൊണ്ട് അറിയാൻ പറ്റുമോ? കൊണമറിയാൻ രുചിച്ചു നോക്കണ്ട, മണം കിട്ടിയാ മതി. തൊട്ടു നക്കി പോയാ പിന്നെ അത് എച്ചിലായി പോയില്ലേ. ഉണ്ണി, ആ അവിയലിൽ ഉപ്പ് കുറച്ചുകൂടെ ഇട്ടേ. അല്ലേ, അതിന് അവിയലിന് ഇവിടെ നുറുക്കുന്നല്ലേ? ഇവിടെ നുറുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് പോലും എനിക്ക് അതിന്റെ മണം കിട്ടി. ഈ പാചക വിദ്യ എന്ന് പറയുന്നത് കളിച്ച കാര്യമല്ല, അതൊരു തപസ്സാ. അതാ വരാൻ പോണ കാര്യം മുൻകൂട്ടി അറിയണത്. ഇതൊരു വല്ലാത്ത ജന്മം തന്നെ. അതെ, ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാ. ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്താ
ഉണ്ണി താൻ അടുത്ത തിങ്കളാഴ്ച ലീവ് എടുത്തേ പറ്റൂ. എന്താ കാര്യം? നമ്മുടെ പുഞ്ചിരി ചേച്ചിയുടെ 28 കെട്ടാ. പുഞ്ചിരി ചേച്ചി പുഞ്ചിരി ചേച്ചിയുടെ അല്ല, പുഞ്ചിരി ചേച്ചിയുടെ കുട്ടിയുടെ 28 കെട്ട്. സദ്യയുടെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കണേ. എനിക്കൊരു കയ്യാള് വേണല്ലോ. താൻ ഒരു കാര്യം ചെയ്യ്, താൻ ലീവ് എടുത്തിട്ട് എന്റെ കൂടെ കൂടിക്കോ. ഞാൻ എന്തെങ്കിലും നക്കാപ്പിച്ച് പിടിച്ചിട്ടുണ്ട്. ചുമ്മാ ഗമയടിക്കാ തീ നോദിക്കേ. എന്താ ഉണ്ണി ഈ പറയണേ? ഒരു പാചകക്കാരന്റെ മട്ടും ഭാവൊക്കെ ഞാൻ പരിശീലിക്കല്ലേ? അതെന്റെ 16 അടിയന്തരത്തിന് മതി. പോയി തൂന്നോ കുട്ടത്തി വിടാനേട്ടാ. എന്റെ ഉണ്ണി ചതിച്ചല്ലോ. പച്ചടി മുഴുവൻ അടി പിടിച്ചു പൊങ്ങഞ്ഞു പോയി. എന്തോടോ നോക്കിക്കാതെ വെള്ളത്തിലോട്ട് ഇറക്കി വെക്കണോ? എടുത്തു വെക്കി. അതെ, ഇനിയിപ്പൊ എന്താ ചെയ്യാ? അതിന്റെ തലയിൽ കൂടെ കൊടി വെച്ചോ. അപ്പൊ ഈ കറി മുഴുവൻ വേസ്റ്റാവില്ലേ? പിന്നെ അത് മുഴുവൻ പോയിച്ച് നാശമാക്കി വെച്ചു. ഒന്ന് പതുക്കെ പറ. ആ തള്ള കേട്ടാ നമുക്ക് കുറച്ചില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതൊക്കെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. സദ്യക്ക് എന്നിട്ട് വേണം നാളെ കള്ളടിക്കുമ്പോ എടുത്ത് വെച്ച് നക്കാൻ. ഇടോ നോക്കിക്കാൻ നെയ്യും പഞ്ചസാര അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എടുത്ത് അതിലിടോ. നാളെ ഒരു സ്വീറ്റ് ആക്കി കൊടുക്കാം. എന്റെ അളിയ, അതിനല്ലേ ഞാനിത് പുകച്ചത്. ഞാനിപ്പോ പുകച്ച. ഇനി എന്നെ തല്ലരുത്. തല്ലിയാലേ? തല്ലിയാൽ നീ തല്ലോ തല്ലോ. ഇനി തല്ലിയാ ഞാൻ കൊള്ളുന്നു. എങ്ങനെയാണോ ഇതിനെ ഇങ്ങനെ ആക്കി വെച്ചത്? ഇതിന് വല്ലാത്തൊരു ടേസ്റ്റാ. ഒന്ന് പതുക്കെ പറ. ഇതെന്ത് സ്വീറ്റാ? ഇതൊരു പ്രത്യേകതരം പ്രിപ്പറേഷനാ. കഴിച്ചിട്ട് എന്താ പറഞ്ഞത് ഞാൻ നോക്കണേ. ആ വല്യമ്മ ഇപ്പോഴും ഉണ്ടാ. ഇനി ആർക്കാ വേണ്ടേ? ഇനി ആർക്കാ വേണ്ടേ ചോദിച്ചോളൂ. അതെ എന്താ വേണ്ട, പുകച്ചു വെക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, പുക കുറച്ച് ചേർത്താ മതി. ഉണ്ണി, ആ ബർത്ത്ഡേ സ്പെഷ്യൽ ഉണ്ടല്ലോ, അത് അത് എരിശ്ശേരി. അയ്യോ ഞാനല്ല, ഉണ്ണി പറ്റിച്ച പണിയാ. എന്തായാലും നന്നായിരിക്കുന്നു. റിയലി ഡെലീഷ്യസ്. കുറച്ചുകൂടെ തന്നോളൂ. വലിച്ചു വാരി തിന്നാ വയറിളകു ഒളിയാ. പുതിയ ഐറ്റം ലേശം കൂടെ ആവാം. എന്താ ഇതിന്റെ പേര്? ഇത് പിന്നെ ഈ ഉണ്ണിയപ്പം പോലെ ഒരു ഒരു ഉണ്ണിമധുരം. ഉണ്ണിമധുരം ഉണ്ണിമധുരം. ഇനി ആർക്കാ ഉണ്ണിമധുരം വേണ്ടത്? വരുന്നു. കഴിച്ചോളൂ. പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാവുന്ന സാധനമാണ്. കഴിച്ചിട്ട് വിശേഷം നീ പറഞ്ഞോളൂ കേട്ടോ. എല്ലാം ചെല്ലും. കേട്ടു. അത് ഇനി ആർക്കാ വേണ്ടേ? എന്റെ പൊന്നുമോൻകുട്ടൻ എന്താ വേണ്ടേ? ഉണ്ണിമധുരം വേണോ, ഉണ്ണിയപ്പം വേണോ, അതോ പട്ടാളത്തിൽ ചേരണോ? ഓ വേണ്ട. പുഞ്ചിരി ചേച്ചി ദേ ആളെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഞാനൊക്കെ പറഞ്ഞ വാക്കാ. മിലിറ്ററി എന്തിനാ ചേച്ചി എന്നെ വിളിപ്പിച്ചേ? ഓ ചുമ്മാ അതെ, ഇതെന്താണ് വേറെ ഉറക്കത്തിന്ന് വിളിച്ചു കൊടുത്തിട്ട് കളിയാക്കാതെ ചോറ് വിളമ്പ് ചേച്ചി. ചോറോ? ചോറെന്ന് പറഞ്ഞ കാര്യം വിളമ്പാൻ. അല്ല എനിക്കങ്ങ് വയ്യ. അത്യാവശ്യം എന്ന് പറഞ്ഞ എന്നെ പിടിച്ചോണ്ട് നിലത്ത് എടുത്ത് അത് ചാടിപ്പിച്ചതല്ലേ? അതൊക്കെ ശരിയാ. അപ്പോഴങ്ങനെ തോന്നി. ഇപ്പൊ ഉണ്ണിയെ കണ്ടപ്പോ മിഴുങ്ങാനും വയ്യ ഛർദിക്കാനും വയ്യാത്ത പരുവായല്ലോ ദൈവം. വിഴുങ്ങണ്ട, ധൈര്യമായിട്ട് ഇങ്ങോട്ട് ഛർദിച്ചോ. എനിക്ക് കളിക്കാതെ കാര്യം പറയാ ചേച്ചി. ഒന്നും അറിയാത്ത പോലെ. സത്യം പറ, ഉണ്ണി കുഞ്ഞറിഞ്ഞില്ല. അറിഞ്ഞു തേങ്ങാക്കൊല. എന്റെ ഉണ്ണി നീ ഇങ്ങോട്ട് വന്നേ. ഇതൊന്നും ശരിയാവില്ല. അത് ശരി. ഉരുളി കമത്തിയതും തൊഴുത് പിടിച്ച് പ്രാർത്ഥിച്ചതും ഒന്നും വെറുതെ ആയില്ല. അയ്യോ എനിക്ക് മേലെ പറയാം. പറയണ്ട, ആംഗ്യം കാണിച്ചാ മതി. ഇതിന്റെ ഇടയിൽ മിലിറ്ററിക്കാരൻ എപ്പോഴാ വന്നേ? ചേച്ചിക്കല്ലോ. പിന്നെ ആർക്കാ? ചേട്ടത്തിയമ്മയ്ക്ക്. അയ്യോ എന്റെ ദൈവമേ. അയ്യോ പാവം, ഇതിന് തന്നെയാടാ. ഒന്ന് ചുമ്മാ ഇരിക്കടോ എന്റെ ഉണ്ണി കുഞ്ഞേ. ദൈവമേ, ഞാൻ എങ്ങനെ അമ്മയ്ക്കല്ലേ അങ്ങ് ഇരിക്കപ്പെടുത്തിയില്ലായിരുന്നു. ഇപ്പൊ സമാധാനമല്ലോ. എന്റെ ഉണ്ണി കുഞ്ഞേ, ഈ മനം പുരട്ടലും ഛർദിലും ഒക്കെ ആർക്കാന്നറിയാവോ? ദേവകി ചേച്ചിക്കാ. അതേന്ന് ദേവകി ചേച്ചിക്ക്. ദേവകി ചേച്ചിക്ക് ആ ഗർഭം അതുപോലെ ഗ്യാസ് ദഹനക്കടോ മറ്റായിരിക്കും. എന്ത് പറഞ്ഞാലും ഗർഭം. എന്റെ കുഞ്ഞിനാണ് സത്യം. അയ്യോ അപ്പൊ അത് നേരെവോ? ഒരു വീണ്ടും വിചാരമില്ലാതെ ഈ പ്രായത്തില് ഇനി ഞാൻ ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഓ, ഇയാൾ ആളുകളുടെ മുഖത്തൊന്നും നോക്കണ്ട. നാണക്കേട്. ഇതിലൊക്കെ എന്താ ഇത്ര നാണക്കേട്? അവർക്ക് 90 10 ആയിട്ടില്ലല്ലോ. ഈശ്വരൻ കൊടുത്താ കൈനീട്ട് വാങ്ങിക്കാല്ലാതെ എന്തോ ചെയ്യും? അതെ, തള്ളക്ക് പിള്ളയെ കൊടുക്കുന്ന ഈശ്വരനല്ലോ ഈശ്വര പിള്ളച്ചേട്ടൻ. നീയൊക്കെ തലയിൽ മുണ്ടിട്ട് നടന്നോ? ഒരു പെൺകുഞ്ഞും കൂടി വേണോന്ന് ഈശ്വരള്ളമ്മാവൻ എന്നേ ആഗ്രഹിച്ചാന്നറിയോ? ഈശ്വരള്ളമ്മാവൻ പണ്ടേ ഒരു വാശിക്കാരനാ. ഇത് പെൺകുഞ്ഞല്ലെങ്കിൽ ദേവ ചേച്ചി ഇനിയും പ്രസവിക്കുന്നു. അയ്യോ നീ പോയി പ്രാർത്ഥിക്ക് ഇത് പെണ്ണാവാൻ. അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ഇതിനേക്കാളും വലിയ അക്രമം കാണിക്കും. അയ്യേ, അമ്മയുടെ മേൽ മുഴുവൻ മൂത്രം ഒഴിച്ചല്ലേ മോനെ. ഉണ്ണി ഒന്ന് പിടിച്ച്, ഞാൻ ഇപ്പൊ വരാം. ഉറക്കം വന്നിട്ടാ? 60-ാം വയസ്സിലല്ലേ വാശി. നേരെ എടുത്ത് പഠിക്കേ. ഇനി ഇതിന്റെ ഒക്കെ ആവശ്യം വരുമല്ലോ. ഓ, ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണേ. അയ്യോ, അപ്പൊ അടുത്ത വിഷു ആവുമ്പോഴേക്ക് ഇതുപോലെ അനിയൻ അല്ല അനിയത്തി. അതന്നെ. അയ്യേ,
അയ്യോ എന്താ എന്താ അവൻ തൂറി എന്തോ മക്കളെ വാ, വാ. ഉണ്ണീഷ്ണ അടുത്ത വിഷു ആവുമ്പോഴേക്കേ ചുമ്മാ ഇങ്ങനെ നിക്കാതെ ഏതെങ്കിലും മാവിന്റെ ഒട്ടിപ്പോയി മേപ്പോട്ടെറി നല്ല പച്ചമാങ്ങ കിട്ടും. അമ്മേ അമ്മേ ഓ അമ്മേ 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 എന്താടാ? പതിവില്ലാതെ ഇപ്പോ എന്താ അത്? ഭീമനോ മറ്റോ ആയിരുന്നെങ്കിൽ ഞാൻ ഒരു മാവ് മുഴുവൻ മൂടോടെ പിഴുതോണ്ട് വന്നെ. നാട് മുഴുവൻ സദ്യ വെച്ച് നടക്കുന്ന അച്ഛന് വീട്ടിലൊരു സദ്യ ഒരുക്കാൻ ഇതൊരു പെൺകുഞ്ഞായിരിക്കും. അമ്മേ അമ്മേ അമ്മ എന്തിനാ കരയുന്നത്? 4 പേരുടെ മുമ്പിൽ നിങ്ങൾക്ക് നാണക്കേടാ, എനിക്കറിയാം. ഞാനിത് നാട് മുഴുവൻ പറഞ്ഞു നടക്കും. വേറെ ആർക്കും ഇല്ലാത്ത ഈ ഭാഗ്യം അമ്മയോട് എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടം തോന്നുക. എനിക്ക് രാമുവിന്റെ കാര്യം ഓർക്കുമ്പോൾ അയാൾ നമ്മുടെ ആരാ? ആരുമല്ലല്ലോ. പെറ്റ വേറെ പ്രതികാര അതങ്ങനെ വരും. ദേ നല്ല പുളിയുള്ള മാങ്ങയാ, ഉപ്പും കൂട്ടി തിന്നാൻ നല്ല രസാ. ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? ആരെങ്കിലും വന്ന് കണ്ട എല്ലാരെ കൊണ്ടും പറയിക്കാം. എന്ത് തലയിലെഴുത്താ ഇത്? ജീവിച്ചെനിക്ക് മതിയായി, ചത്താ മതി. അടങ്ങ് ദേവു, എന്ത് ഭ്രാന്ത ഇത്? രാമകൃഷ്ണന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അവനില്ലാത്ത ഭാഗ്യം നമുക്ക് എന്തിന്? ദൈവനിശ്ചയം എങ്ങനെയാണെന്ന് ആർക്ക് പറയാൻ പറ്റും? ഒരുപക്ഷെ അവൻ വളർത്തിക്കൊള്ളുമായിരിക്കും. പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് വളർത്താൻ പണ്ട് ആഗ്രഹിച്ചല്ലേ. എനിക്ക് പെണ്ണിനെയും വേണ്ട ആണിനെയും വേണ്ട. ഈ ഇരിപ്പി ഭൂമി പടർന്നങ്ങ് പോയാ മതി. എനിക്കും ഉണ്ട് നാണക്കേട് എന്ന് വിചാരിച്ചപ്പോ എന്ത് ചെയ്യാൻ പറ്റും? സർക്കാർ ആശുപത്രി പോണോ? പോകാം. ഇക്കാലത്ത് ഒരു പാവമൊന്നുമല്ല. ദൈവദോഷം പറയാതെ. നമുക്ക് തന്നത് നമുക്കുള്ളത് തന്നെയാ, നമ്മുടെ. ദേവകേ, രാമകൃഷ്ണൻ. ഞാൻ കണ്ടല്ലോ. എനിക്ക് ആ ഭൂപണ ബാങ്ക് വരെ ഒന്ന് പോണം. ഞാനേ വേറെ ആരോ വരികയെന്ന് വിചാരിച്ചു. അവളുണ്ടാകത്ത അങ്ങോട്ട് ചെല്ലുന്നേ. അല്ലെ അങ്ങ് പോകാന്നോ? അല്ല, എനിക്ക് ബാങ്ക് വരെ ഒന്ന് പോണം. ദേവകേ, രാമകൃഷ്ണൻ. ഉണ്ണി വിളിച്ച് പറഞ്ഞു. ഞാൻ ഇപ്പൊ വരാം, ഒന്ന് പോയിട്ട് വരാം. ഒന്ന് അഭിനന്ദിക്കാൻ വന്നപ്പോ അങ്ങ് വലിയാന്നോ? അമ്മേ, ഞാനിവിടെ ഉണ്ട്. ഇവിടെ ഒളിച്ചു നിൽക്കാണോ? അമ്മ ഡോക്ടർ വല്ലതും കണ്ടോ? ഇല്ല. എനിക്കറിയാം, നാണക്കേടാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങാതിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ പഴയ കാലല്ല. പ്രസവമൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡാ. മാസാമാസം ചെക്കപ്പ് നടത്തണം. ടൗണിലെ മെഡിക്കൽ സെന്ററിൽ എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുണ്ട്, രമണി, ഗൈനക്കോളജിസ്റ്റാ. ഞാൻ പറയാം, അമ്മ പോയി കാണണം. നിനക്ക് വിഷമം തോന്നുന്നില്ലയോ? എനിക്കറിയില്ല. ഉണ്ണി വിളിച്ച് പറഞ്ഞപ്പോ മനസ്സങ്ങിളകി. ഒന്ന് കാണണമെന്ന് തോന്നി. ഇത് 3 നേരം ഓരോ ടീസ്പൂൺ വെച്ച് കഴിക്കണം. ഇത് രാത്രി മാത്രം കഴിച്ചാൽ മതി. നിർമ്മല അറിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? നിനക്കൊരു സ്വൈര്യവും ഉണ്ടാവില്ല. എല്ലാം ഒരു ശീലമായ പിന്നെ ഒരു പ്രശ്നമില്ല. അമ്മ കഴിക്കാൻ എന്തെങ്കിലും എനിക്കങ്ങ് പോണം.